ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രമീസ് കിച്ചൺ. ഇന്ന് നമ്മൾ പ്രമീസ് കിച്ചണിൽ ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടാക്കുന്നൊരു റെസിപ്പിയാണ്. അതും വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമ്മുടെ അടുക്കളയിൽ സ്ഥിരമായിട്ടുള്ള ഉണ്ടാവുന്ന സാധനം കൊണ്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഇതേ കാഷ്യൂ നട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അണ്ടിപ്പരിപ്പ് ദേ ഇതുപോലെ ഒരു ചെറിയൊരു കപ്പിൽ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബദാം ഉണ്ടെങ്കിൽ ബദാമും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അത് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ദേ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് അങ്ങോട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കേണ്ട, ചെറുതായിട്ടൊന്ന് തരികളോടെ നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 സ്പൂൺ ജീരകം, 3/4 സ്പൂൺ ഉപ്പ് ചേർത്തിട്ട് ഇനി അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ നൂലപ്പത്തിനൊക്കെ എങ്ങനെയാണോ മാവ് കുഴച്ചെടുക്കാറുള്ളത് അതുപോലെ തന്നെ നമ്മൾ മാവ് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് അങ്ങോട്ട് വെള്ളമായിട്ട് പോവേണ്ട. അപ്പോൾ നമ്മളത് ഈ മാവെല്ലാം നല്ലപോലെ കുഴച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക്, ഇത് സ്റ്റീമറിലേക്ക് നമുക്ക് നെയ്യ് ഒന്ന് തേച്ച് കൊടുക്കാം. നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്ന സമയത്ത് അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് തേച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൽ തേച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് കുഴച്ച് മാറ്റി വെച്ചിട്ടുള്ള മാവ് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇഡലി പാത്രത്തിലെ വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു 5 മിനിറ്റ് നേരം നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. 5 മിനിറ്റ് മതി, ഒരുപാട് നേരം വെക്കേണ്ട. 5 മിനിറ്റ് ഇതേ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വെക്കേണ്ട, ഒന്ന് സ്റ്റീം ചെയ്തിട്ട് ഒന്ന് ആവി കൊള്ളുക, അത്രേ വേണ്ടുള്ളൂ. ഇല്ലെങ്കിൽ അത് നമ്മളിനി ശർക്കര പാനിയെല്ലാം ഇത് ഇട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യുന്ന, വീണ്ടും ഒന്ന് ശർക്കര പാനിൽ ഇട്ടിട്ടൊന്ന് ഇളക്കുന്ന സമയത്ത് അത് വീണ്ടും ഹാർഡായിട്ട് മാറും. അതുകൊണ്ട് ഒരു ചെറിയ ആവി മാത്രം കൊണ്ടാൽ മതി. അതിനുശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാനിത് ത്രികോണാകൃതിയിൽ ട്രയാങ്കിൾ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ സ്ക്വയർ ഷേപ്പിലോ അല്ലെങ്കിൽ ഡയമണ്ട് ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അത് നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേ ശർക്കര ലായനി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 4 ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. 4 അച്ച് ശർക്കരയാണ്. ഇനി ഇത് നമുക്കത് അരച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്. ദേ നമ്മുടെ ശർക്കര ലായനി റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ഒരു പാന് അതേ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് ചിരകി വെച്ചിട്ടുള്ള തേങ്ങയാണ് അതുകൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചിരകി തേങ്ങ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. നമുക്ക് കൊത്ത് തേങ്ങ വേണമെങ്കിൽ നമുക്കിട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് തേങ്ങയെല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പുണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വീണ്ടും ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയെല്ലാം നല്ലപോലെ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര ലായനി ഒഴിച്ചു കൊടുക്കാം. അരച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. കല്ലുണ്ടെങ്കിൽ അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. കല്ലില്ലാത്ത ശർക്കരയാണെങ്കിൽ പിന്നെ അരച്ചില്ലേലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളിതേ ശർക്കര ലായനിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആഹാ, എന്ത് നല്ല മണം എന്നറിയോ, നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. നെയ്യും തേങ്ങയും ശർക്കരയും പിന്നെ അണ്ടിപ്പരിപ്പും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു മണം, നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മൾ ശർക്കര ലായനിയെല്ലാം നല്ലപോലെ നമുക്കിനി അതൊന്ന് എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കണ്ടില്ലേ ത്രികോണം അല്ലെങ്കിൽ എങ്ങനെയാണോ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഞാൻ ത്രികോണാകൃതിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതും ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ആ ശർക്കര ഒന്ന് നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. നല്ല മണമാണ് വരുന്നത്, നല്ല ടേസ്റ്റാണ്. കണ്ടില്ലേ, ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറും നല്ല പോലെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, നല്ല മണവുമാണ് കേട്ടോ. നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് ഒരു കാര്യം, നമ്മൾ അട ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ
സ്റ്റീമറിൽ പരത്തിയിട്ടുള്ള മാവുണ്ടല്ലോ അത് ഒരുപാട് അങ്ങോട്ട് വെന്ത് പോവേണ്ട, ഒരുപാട് അങ്ങോട്ട് നേരം വേവിച്ചെടുക്കേണ്ട. അത് ഒരുപാട് നേരം വേവിച്ചെടുത്താൽ നമ്മൾ പിന്നെ കഴിക്കുന്ന ശർക്കരയിലും കൂടെ ചേർത്ത് കഴിക്കുന്ന സമയത്ത് അത് കുറച്ച് നല്ലപോലെ കട്ടിയായിരിക്കും. നമ്മൾ കഴിക്കുന്ന സമയത്ത് കുറച്ച് ഹാർഡായിരിക്കും. അതുകൊണ്ട് ഒരുപാട് നേരം സ്റ്റീം ചെയ്തെടുക്കേണ്ട നമ്മൾ അട ഉണ്ടാക്കുന്ന സമയത്ത് കേട്ടോ, നമ്മൾ സ്റ്റീമറിൽ വെച്ചിട്ട് അട ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പം നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇത് ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കല്ലേ. അപ്പോൾ അരിപ്പൊടിയും ശർക്കരയും കൊണ്ടുണ്ടാക്കിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ളൊരു മധുരമുള്ള നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, അതിനുശേഷം കമൻ്റായിട്ട് അറിയിക്കുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും സ്നേഹത്തോടെ ബൈ.